Hello and welcome back. Now, since we have discussed what is plagiarism, we have almost gone through all the types of plagiarism, that is, copy paste plagiarism, paraphrasing plagiarism, self plagiarism, patchwork or mosaic plagiarism, and accidental plagiarism. We have even discussed how we can avoid plagiarism. And now we are coming to a point where we will be discussing what are the different tools for detecting plagiarism. ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്ലേഗറിസം ഡിറ്റക്റ്റ് ചെയ്യാം? ഒരു റിസർച്ച് തീസിസിൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് ആർട്ടിക്കിളിൽ പ്ലേഗറിസം ഡിറ്റക്റ്റ് ചെയ്യാൻ മാനുവലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ടീഡിയസ് പ്രോസസ്സാണ്, അത്ര സക്സസ്ഫുള്ളും അല്ല. പക്ഷേ AI ഉപയോഗിച്ച് ചില ടൂൾസ് ഉണ്ട്, ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെപ്പറ്റി ഒരു ജനറൽ അവയർനെസ് വളരെ അത്യാവശ്യമാണ്. In order to assess the originality of the writings, all academic institutions and publishers follow a process of scrutiny of all materials. That is, the materials they receive from the research community. In India, UGC prescribes 10% as the maximum level of similarity accepted for the doctoral thesis. UGC, University Grants Commission, നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് മാക്സിമം 10% പ്ലേഗറിസം ആകാം. അബവ് വിച്ച് ദ റിസർച്ചർ ബിക്കംസ് ലയബിൾ ഫോർ പെനാൽറ്റി ഓർ എനി അതർ ലീഗൽ ചാർജസ് ഡിപ്പെൻഡിങ് ഓൺ സിവിയറിറ്റി. ഡിപ്പെൻഡിങ് ഓൺ സിവിയറിറ്റി അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, അതാണ് അടിവരയിട്ട് പറയേണ്ടത്. സിവിയറിറ്റി, അതിൻ്റെ ആ ഒരു തീഷ്ണത, കാഠിന്യം കൂടുന്നതനുസരിച്ച്, പ്ലേഗറിസത്തിൻ്റെ ആ ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് പെനാൽറ്റിയോ നമുക്ക് ലീഗൽ ചാർജോ നമ്മുടെ മുകളിൽ വരാം. 10% വരെ സഹിക്കാവുന്നതാണ്. അതിനപ്പുറം പ്ലേഗറിസം ഉണ്ടെങ്കിൽ നമുക്ക് നിയമ നടപടി നമ്മുടെ എതിരെ എടുക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹൗ ഈസ് ദ സോഫ്റ്റ്വെയർ ഡിറ്റക്റ്റിംഗ് പ്ലേഗറിസം? കമ്പ്യൂട്ടർ ബേസ്ഡ്. ഓഫ് കോഴ്സ്, കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ആർ റണ്ണിങ്. ദേ ആർ കമ്പയറിംഗ് ദ ഗിവൺ മാനുസ്ക്രിപ്റ്റ്സ് വിത്ത് ബില്യൺസ് ഓഫ് വെബ് സോഴ്സസ് and millions of theses and articles in indexed publishers. കമ്പയർ ചെയ്യും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഓൺലൈൻ സോഫ്റ്റ് കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യും തീസിസ്. അത് ആ സോഫ്റ്റ്വെയർ കമ്പയർ ചെയ്യും എന്തുമായിട്ട്? വേറെ വെബ് സോഴ്സും അതുപോലെ തന്നെ വേറെ മില്യൺസ് ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട് ഓൺലൈനായിട്ട് അവൈലബിൾ വെർച്വൽ മോഡിൽ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ തീസിസിൻ്റെ പ്ലേഗറിസം ലെവൽ ചെക്ക് ചെയ്യും. ആദ്യമേ പറഞ്ഞു, മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി ടീഡിയസ് പ്രോസസ്സ്, അത് പ്രോപ്പറായിട്ട് സക്സസ്ഫുള്ളും അല്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടൂൾസ് ഏതൊക്കെയാണ്? നമ്പർ 1, ഒറിജിനൽ. ആ ഒറിജിനലിൻ്റെ സ്പെല്ലിംഗ് OURIGINAL. അതിൽ തന്നെ ഒരു ഫേക്ക്നെസ് ഉണ്ട് അല്ലേ? ഒറിജിനലിൻ്റെ ഒരു ഫേക്ക് വെർഷൻ യുടെ ഇടയ്ക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ അല്ലെങ്കിൽ ഫോമർലി ഉർക്കുണ്ട് എന്ന് പറയും. ഉർക്കുണ്ടാണ് നമ്മുടെ ജനറേഷനിലൊക്കെ കൂടുതലും ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരുന്നത്. വാട്ട് ഈസ് ഒറിജിനൽ? ഇറ്റ് ഈസ് ദ പ്ലേഗറിസം ഡിറ്റക്ഷൻ ടൂൾ പ്രൊവൈഡഡ് ബൈ UGC ഫോർ എൻഷുറിംഗ് ദ ഒറിജിനാലിറ്റി ഓഫ് റിസർച്ച് ഔട്ട്പുട്ട് ദേ പ്രൊഡ്യൂസ്. ഒറിജിനലിന് എന്തൊക്കെയാണ് കഴിവുള്ളത്? ഇറ്റ് ക്യാൻ റീഡ് ആൻഡ് ജഡ്ജ് ദ 12 കോമൺലി യൂസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റ്സ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? വാട്ട് ഓൾ ഇറ്റ് ക്യാൻ ഡു? ഇറ്റ് ക്യാൻ റീഡ് ആൻഡ് ജഡ്ജ് ദ 12 കോമൺലി യൂസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റ്സ്. അപ്പോൾ നമ്പർ 1 tool which can detect plagiarism is original. It was formerly called Urkund. And Urkund is UGC recommended software for detecting plagiarism. Next one is Turnitin. This one is maintained by American business Turnitin LLC, a division of Advanced Publications. ഇത് ഒരു പ്ലേഗറിസം ഡിറ്റക്ഷൻ ടൂളാണ്. ഇത് ഗ്ലോബൽ പ്ലേഗറിസം ഡിറ്റക്ടറാണ്. ഏതാണ്? Turnitin. So now we have discussed original and Turnitin. Original is UGC recommended. Turnitin is a global plagiarism detector. Third one is Authenticate. Yet another commonly used software by research institutes. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് iParadigms from California. Apart from these, there are many other free softwares and many other applications available online to check plagiarism. സോ ഒറിജിനൽ, ടേണിറ്റിൻ ആൻഡ് ഐത്തൻറ്റിക്കേറ്റിന് കൂടാതെ വേറെ ചില പ്ലേഗറിസം ഡിറ്റക്റ്റിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? ഡൂപ്ലി ചെക്കർ, കോപ്പി ലീക്സ്, പ്ലാഗ് ട്രാക്കർ, പ്ലാഗ് സ്കാൻ, ക്യൂ ടെക്സ്റ്റ്, പേപ്പർ റേറ്റർ, പ്ലേഗിയം.
So these are the plagiarism detection tools. At least few names you have to remember. Now let's see what happens if you detect plagiarism or you sense that someone has a thesis with a plagiarized item. Okay, what will you do? If the members of the academic community suspect an act of plagiarism in any document with ample evidence, you should have ample evidence. വെറുതെ സംശയിച്ചാൽ പോരാ, പ്രൂഫോട് കൂടി നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന ആളുടെ തീസീസിൽ വ്യാജമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, കട്ടെടുത്ത മോഷ്ടിച്ച രേഖകളാണ്, മോഷ്ടിച്ച കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ആംപിൾ എവിഡൻസ് പ്രൂഫ് ഉണ്ടെങ്കിൽ യു ക്യാൻ റിപ്പോർട്ട് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി പാനൽ, അല്ലെങ്കിൽ DAIP. DAIP സ്റ്റാൻഡ്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി പാനൽ. ഇത് UGC റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ്. നമുക്കങ്ങനെ തോന്നുവാണ്, നമുക്ക് നല്ല ബലമായ സംശയവും പ്രൂഫും ഉണ്ടെങ്കിൽ you can report it to the Departmental Academic Integrity Panel. And what is DAIP? It is a team of 3, including the head of the department, a senior academician, and an expert in plagiarism tools, who should investigate the matter thoroughly and report it to the Institutional Academic Integrity Panel, IAIP. And within 45 days, they should resolve the issue. നമ്മൾ ആരുടെയെങ്കിലും തീസീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് പേപ്പറിൽ പ്ലേഗറിസം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ്, നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? UGC റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് DAIPയിലേക്കാണ്, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി പാനലിലേക്കാണ്. ഇനി അവരെന്താണ്? അവരെന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സീനിയർ അക്കാഡമീഷ്യൻ, പിന്നെ ആൻ എക്സ്പേർട്ട് ഇൻ പ്ലേഗറിസം ടൂൾസ്. ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ഈ DAIP. അവരത് തറോളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി പാനലിലാണ്. 45 ദിവസത്തിനകം അതിനൊരു തീരുമാനമാകുകയും വേണം. ഇതെല്ലാം എന്തിനാണ്? ടു ഇംപ്രൂവ് ഒറിജിനാലിറ്റി ഇൻ റിസർച്ച്. അല്ലെങ്കിൽ പിന്നെ വ്യാജന്മാരുടെ ഒരു ലോകമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഭയം ഉണ്ടായാൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റോ മറ്റുള്ളവരുടെ ഐഡിയാസോ മറ്റുള്ളവരുടെ തോട്ട്സോ ഇങ്ങനെ നമ്മൾ മോഷ്ടിച്ച് നമ്മുടേതെന്ന വ്യാജേന പബ്ലിഷ് ചെയ്യില്ല. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു തീസിസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കാഡമിക് റിസർച്ച് പ്രോജക്റ്റിൽ അല്ലെ ആർട്ടിക്കിളിൽ പ്ലേഗറിസം ആരോപിക്കപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്പർ 1, പ്ലേഗറിസം ക്യാൻ അഡ്വേഴ്സ്ലി ഇമ്പാക്റ്റ് യുവർ റെപ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ് മേ ലീഡ് ടു ദ ഫെയിലിയർ ഓഫ് ദ റിസർച്ചർ. ആ റിസർച്ചറിൻ്റെ ആ ഒരു റിസർച്ച് ചെയ്യുന്ന പർപ്പസ് തന്നെ ഇല്ലാതാവുകയാണ് പ്ലേഗറിസം ഡിറ്റക്റ്റ് ചെയ്താൽ. അതുപോലെ നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മൾ നേടിയ ആ ഒരു ബഹുമതി സമൂഹത്തിൽ പിന്നീട് നമുക്കത് നഷ്ടപ്പെടും. ഇറ്റ് ക്യാൻ കോസ് റിജക്ഷൻ ഓഫ് പബ്ലിഷ്ഡ് മെറ്റീരിയൽസ്. നിങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത മെറ്റീരിയൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സേഫ് ആവില്ല. അതിൽ പ്ലേഗറിസം ആരോപിച്ചാൽ ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. അതുപോലെ തന്നെ ലീഗൽ പ്രശ്നങ്ങളുണ്ടാവാം. അതെപ്പോഴാണ്? പ്ലേഗറിസം ഓൺ എ സീരിയസ് ലെവൽ ഇൻവോൾവിങ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. ഒരാൾ പബ്ലിഷ് ചെയ്ത വർക്ക് അയാൾക്ക് കോപ്പിറൈറ്റ് ഉണ്ട്, അത് നമ്മൾ വയലേറ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ലീഗൽ ആക്ഷൻ നമ്മുടെ എതിരെ എടുക്കപ്പെടാം. എനി ഫണ്ട് ഗ്രാൻറ്റഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച് ക്യാൻ ബി ലോസ്റ്റ്. നമുക്ക് ഏതെങ്കിലും ഒരു ഫണ്ട് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്ലേഗറൈസ്ഡ് കണ്ടൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു റീപേ ഇൻ സർട്ടൺ കേസസ്. നമുക്കത് ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. യു ക്യാൻ ലൂസ് യുവർ പ്രൊഫഷൻ ഓൾസോ. നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ച് ഈ ഒരു ഡിഗ്രി ഉണ്ട്, എന്നിട്ട് ആ PhD തന്നെ തീസിസ് തന്നെ അതിൽ വ്യാജമുണ്ടെന്നറിഞ്ഞാൽ യു ക്യാൻ ലൂസ് യുവർ പ്രൊഫഷൻ ആൻഡ് യുവർ ഫർദർ കരിയർ അഡ്വാൻസ്മെൻറ്റ്. ഫർദർ നിങ്ങളുടെ കരിയർ അഡ്വാൻസ്മെൻറ്റ് എല്ലാം തടസ്സപ്പെടും. എല്ലാ തരത്തിലുള്ള കൊളാബറേഷൻസും നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മളിൽ നിന്ന് മുഖം തിരിക്കും. പിന്നെ നമ്മളൊരു ബ്ലാക്ക് ലിസ്റ്റിലാവും. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു മോറൽ സെറ്റ് ബാക്ക്, നമ്മളൊരു റിസർച്ചർ എന്ന നിലയ്ക്ക് ഒരു നല്ല കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ
സമൂഹത്തിന് നന്മ വരുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേഗറിസം നമ്മുടെ മുകളിൽ ആരോപിക്കപ്പെട്ടാൽ പോലും, നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിലായാൽ പോലും, ഇറ്റ് വിൽ കോസ് മോറൽ സെറ്റ് ബാക്ക്. നമുക്ക് പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ സീരിയസ് കാര്യങ്ങൾ നമ്മുടെ ഒരു അസ്തിത്വത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവിടെയാണ് റിസർച്ച് എത്തിക്സിൻ്റെ പ്രാധാന്യം. എത്തിക്സ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ വേറൊരാളുടെ തോട്ട്സ് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണെങ്കിലും നമ്മളതിൻ്റെ റൂൾസ് ആദ്യം പഠിച്ചിട്ട് വേണം ഒരിടത്തുനിന്ന് ഐഡിയ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ നമുക്ക് നമ്മുടെ തീസിസിലേക്ക് എടുക്കാൻ. നമ്മളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട് അല്ലേ, ടൈമുണ്ട്, എഫേർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേഗറൈസ്ഡ് കണ്ടൻ്റ് ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ എന്നും നമ്മുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധവും കാണും. അത് പിടിക്കപ്പെട്ടാൽ പിന്നീട് വളരെയധികം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ടു അവോയ്ഡ് all these 3 misconducts, that is fabrication, falsification and plagiarism. Hope you have got a clear idea of what is plagiarism, what are different types of plagiarism and how you can detect plagiarism and what will happen if your content has been found as a plagiarized content. So in the next session we will be discussing about intellectual property rights and copyrights. And by then, Unit 3 of Block 2, that is Ethical Practices in Research, will be complete. Thank you. Stay tuned.